22 വർഷത്തെ തനിച്ചുള്ള പോരാട്ടത്തിനൊടുവിൽ അവളുടെ മേൽ നീതിയുടെ പ്രകാശം അല്പം പതിച്ചു. ബിൽക്കീസ് ബാനു എന്ന ഒരു വനിത സ്വയം അനുഭവിച്ച സമാനതകളില്ലാത്ത വേട്ടയാടലുകൾക്ക് നിരന്തരം നിർഭയം എല്ലാ അർത്ഥത്തിലും സുപ്രീം കോടതി വരെ കയറിയിറങ്ങിയതിൻ്റെ ഫലമായി ഗുജറാത്ത് സർക്കാർ അതിൽ പ്രതികളായവരെ കുറ്റവിമുക്തരാക്കി പുറത്തുവിട്ട് സ്വീകരിച്ച് ആരതി ഒഴിഞ്ഞ് എല്ലാം നൽകി സ്വീകരിച്ചതിനൊക്കെയും സുപ്രീം കോടതി തടയിട്ടു. ആ നടപടി റദ്ദാക്കി. അവർ തിരിച്ച് ജയിലിലേക്ക് മടങ്ങുമ്പോൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൊന്നും റെസ്പെക്റ്റ് അവർ ഡോട്ടർ, സേവ് അവർ ഡോട്ടർ അല്ലെങ്കിൽ സ്ത്രീയുടെ മഹത്വത്തെ സംബന്ധിച്ചൊന്നും ഹാഷ്ടാഗുകൾ കാണാനാവില്ല. കാരണം അവളുടെ പേര് ബിൽക്കീസ് ബാനു എന്നാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രാജ്യം മുഴുവൻ സ്ത്രീ പുരോഗതിയുടെ വർത്തമാനം പറയുമ്പോൾ പല സാമൂഹ്യ പ്രശ്നങ്ങളിലും ഹാഷ്ടാഗ് ഇട്ട് മത്സരിക്കാൻ ധാരാളം സെലിബ്രിറ്റികളും വിശിഷ്ടരും ആളുകളുമൊക്കെ വരിവരിയായി നിൽക്കുമ്പോൾ ഒരു സ്ത്രീ 22 തവണ കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയും സ്വന്തം കുഞ്ഞിനെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി താഴെയടിച്ചു കൊല്ലുന്നത് കാണേണ്ടി വരുന്നതിന് സാക്ഷിയാകേണ്ടിയും വരുന്ന ഒരു പെണ്ണ്, അവളുടെ പോരാട്ടം സമാനതകളില്ലാത്തതായിരുന്നു. 22 വർഷം നീണ്ടുനിന്ന പോരാട്ടത്തിനാണ് തൻ്റെ ശരീരത്തിനുമേൽ അറിയാവുന്നവർ, സുദേശം രഘു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ട കുറിപ്പ് ഓർമ്മിപ്പിക്കുന്നത് പോലെ, ബിൽക്കീസ് ബാനുവിനെ ആക്രമിച്ച എല്ലാ പുരുഷന്മാരും അവരെ കുട്ടിക്കാലം തൊട്ടേ നേരിട്ടറിയാവുന്നവരായിരുന്നു. അവരുടെ വീട്ടിൽ നിന്നും പാൽ വാങ്ങിച്ചിരുന്നു. അവർ ചാച്ചയെന്ന് വിളിച്ചിരുന്ന വൃദ്ധൻ മുതൽ അവരുടെ അച്ഛനെ ചികിത്സിച്ചിരുന്ന വൈദ്യർ വരെയുള്ളവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ബിൽക്കീസിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി നിലത്തടിച്ചു കൊന്നതും ഇവർ തന്നെയായിരുന്നു. ബോധം വരുമ്പോൾ മൃതദേഹങ്ങളുടെ ഒരു കൂമ്പാരത്തിന് നടുവിൽ കിടക്കുകയായിരുന്ന അവർക്ക് വസ്ത്രം നൽകിയത് ഒരു ആദിവാസി സ്ത്രീയാണ്. ഒറ്റയ്ക്കാണ് അവർ പോലീസ് സ്റ്റേഷനിൽ പോയി തന്നെ ആക്രമിച്ചവരുടെ പേരുവിവരങ്ങൾ പറഞ്ഞത്. സോമഭായ് ഗോരി എന്ന പോലീസുകാരൻ പക്ഷേ അവരെ ആട്ടി ഓടിക്കുകയും പരാതി സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. മറ്റ് റേപ്പ് വിക്ടിംസിനെ പോലെയല്ല, സ്വന്തം മുഖം മറയ്ക്കാതെയാണ് ബിൽക്കീസ് മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അവരുടെ നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകി ഇപ്പോഴും കൂടെ നിൽക്കുന്നത് ഹസ്ബൻഡ് യാക്കൂബ് റസൂലാണ്. അക്രമികൾ കഴിഞ്ഞ കൊല്ലം പുറത്തിറങ്ങിയപ്പോൾ മാലയിട്ടും ലഡു നൽകിയും സ്വീകരിക്കാൻ വലിയ ഒരു ഹിന്ദു ജനക്കൂട്ടമുണ്ടായിരുന്നു, സ്ത്രീകൾ ഉൾപ്പെടെ. ഇവർ ബ്രാഹ്മണരായതിനാൽ കുറ്റം ചെയ്തിരിക്കാൻ സാധ്യതയില്ലെന്ന് BJP MLAയുടെ പ്രസ്താവനയുമുണ്ടായിരുന്നു. ജീവൻ പണയം വെച്ചും സമ്മർദ്ദത്തെ അതിജീവിച്ചും സ്വന്തം നീതിക്ക് വേണ്ടി നിരന്തരം പോരാടുന്ന ബിൽക്കീസിനെ എന്തുകൊണ്ട് ഇന്ത്യാസ് ഡോട്ടർ എന്ന് വിളിക്കാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യധാര ഫെമിനിസ്റ്റ് നറേറ്റീവിൽ അവർ പരാമർശിക്കപ്പെടാതെ പോകുന്നത്? ഇത്രയും സങ്കീർണമായ വിധം പോരാടിയ എത്ര സ്ത്രീകളുണ്ട്? അവരുടെ സ്വത്വമല്ലാതെ മറ്റെന്താണ് അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ നിന്നും മുഖ്യധാരയെ വിലക്കുന്നത്? ഇതാണ് സുദേശം രഘു അക്ഷരാർത്ഥത്തിൽ വാസ്തവമായ കുറിപ്പിലൂടെ പങ്കുവച്ചത്. കേരളത്തിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സെലിബ്രിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദിലീപ് പ്രതിയായ കേസിൽ ഒരു സഹോദരിയെ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ ഒരു സമൂഹമാണ് അവരോടൊപ്പം നിന്നത്, എല്ലാ താരപരിവേഷങ്ങളുമില്ലാതെ. ഇത് 22 തവണയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയായത് ഈ സ്ത്രീ. സ്വന്തം കുഞ്ഞിനെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി അടിക്കുന്നതും കാണേണ്ടി വന്നു. എന്നിട്ടും ആ പ്രതികളെ ഇതുപോലെ വിട്ടിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടി ഒന്നും മിണ്ടിയില്ല. അവരുടെ സർക്കാരാണ് ഗുജറാത്തിലുള്ളത്. മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസുമാകട്ടെ ബിൽക്കീസ് ബാനുവിൻ്റെ സങ്കടമോ കരച്ചിലോ പ്രസ്താവനയെ ഗൗരവമായി എടുത്തില്ല. അതിലൊക്കെ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകും എന്നാണ് ഭയപ്പെട്ടത്. ബാക്കി ഇന്ത്യയിലെ ഏത് പ്രതിപക്ഷ കക്ഷിയാണ് ഈ സ്ത്രീയുടെ വികാരത്തെ ഉൾക്കൊണ്ടത്? അവരുടെ പേര് മാറ്റിവെക്കൂ, അവരുടെ ജാതിയും മാറ്റിവെക്കൂ, അവരൊരു സ്ത്രീയാണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കൂ. സമത്വം പറയുന്ന, സ്നേഹം പറയുന്ന, തുല്യത പറയുന്ന, നീതി പറയുന്ന ആരാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കാനെത്തിയത്? ഒറ്റപ്പെട്ട ചില സ്ത്രീകളുടെ പേരുകൾ വായിച്ചു. സുഭാഷിണി അലി, മെഹുവ മൊയ്ത്ര, അതുപോലെയുള്ള 3-4 പേർ. ആ പേരുകളിൽ ഒതുങ്ങി ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഈ സ്ത്രീക്ക് നൽകുന്ന സംരക്ഷണ കവചം ഓർക്കേണ്ടതാണ്. എത്ര ക്രൂരമായിട്ടാണ് ഒരു അനീതി കൺമുന്നിൽ നടന്നപ്പോൾ ഒപ്പം നിൽക്കുന്ന ഭർത്താവ് ഈ കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ മൂടുപടമിടാതെ നേർക്ക് നേരെ പോരാട്ടത്തിന്, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോഴും ഉള്ളിലെരിയുന്ന കനലിന് എന്തെങ്കിലും ഒരു ആശ്വാസം നൽകണമെന്ന പേരിൽ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ വിഷയത്തിൽ ഒരല്പം നീതിയുടെ നേരിയ പ്രകാശം അങ്ങനെയെങ്കിലും കാണിച്ചത്. അത് കാണാനിടയായതിൽ
ഒരുപാട് സന്തോഷം. നിസ്സഹായത, നിരാശ്രയത്വം, അതുപോലെ തന്നെ മറ്റു പല സംഗതികളുമൊക്കെ ഇന്നത്തെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു. എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ജപ്പാനിൽ ബോംബിട്ട ജിമ്മി കാർട്ടറേക്കാൾ ഒരിക്കൽ പോലും പ്രധാനമന്ത്രിയാകാത്ത മാർട്ടിൻ ലൂതർ കിങ്ങിനെയാണ് അമേരിക്കൻ ചരിത്രത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ അധികാരമോ അല്ലെങ്കിൽ സ്ഥാനങ്ങൾക്കോ അപ്പുറത്ത് ആ പക്ഷത്ത് നിന്നു എന്നൊരു നിലപാടിൻ്റെ ഉറപ്പെങ്കിലും അവിടെ ഉണ്ടാകും. ഇന്നത്തെ ഒരു പ്രധാനികളുടെ പോസ്റ്റുകളിലും ബിൽക്കീസ് ബാനു എന്ന പേരുണ്ടാവില്ല. അത് പുതിയ ഇന്ത്യയുടെ, പുതിയ കാലത്തിൻ്റെ, പുതിയ ചരിത്രത്തിൻ്റെയൊക്കെ ഭാഗമാണ്. ഏതായാലും ഈ പോരാട്ടത്തിനൊപ്പം നിന്ന അവളുടെ ഭർത്താവിനും അതോടൊപ്പം ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സുപ്രീം കോടതിക്കും അഭിനന്ദനങ്ങൾ. അവൾക്ക് അഭിനന്ദനമല്ല ആവശ്യം, അതിനേക്കാളൊക്കെ ഏത് വാക്കുകൾ കൊണ്ടാണ് ആ സ്ത്രീയുടെ പോരാട്ടത്തെ വിശേഷിപ്പിക്കേണ്ടതെന്നും എനിക്കറിയില്ല.